അസ്സലാമലൈക്കും. ഇന്ന് നോമ്പ് 10 അപ്പോൾ ഇത് നാളേക്കുള്ള വീഡിയോസാട്ടോ ഞാൻ രാത്രി എടുത്ത് വെക്കുന്നത്. അപ്പോൾ 10ാമത്തെ നോമ്പാവുമ്പോൾ 10 ദിവസമായി നമ്മളെ കുട്ടികളിൽ കുറേ ആൾക്കാരെ കണ്ടിട്ട് എല്ലാവരും നോമ്പ് കഴിഞ്ഞിട്ട് വരാമെന്ന് സലാം പറഞ്ഞ് പോയ മക്കളാണ്. അപ്പോൾ എല്ലാവരും ഓർമ്മയിലുണ്ട്, ആരും മറന്നിട്ടില്ല, ആരും മറക്കാൻ എനിക്ക് പറ്റൂല. കാരണം ഉമ്മച്ചിയെന്ന് വിളിച്ചിട്ട് വരുന്ന മക്കളെ ആരെങ്കിലും ഞാൻ മറക്കൂല. പേര് പറയുന്നില്ല, പേര് പറഞ്ഞാൽ എൻ്റെ മക്കളതിന് പിണങ്ങും. കാരണം എന്താ വെച്ചെങ്കിൽ എൻ്റെ പേര് മാത്രം ഉമ്മച്ചി പറഞ്ഞില്ല, എല്ലാവരും പേരും എൻ്റെ ഉമ്മച്ചി പറഞ്ഞു എന്ന് പറയും. അങ്ങനെ പിണങ്ങി എൻ്റെ ഒക്കെ അന്ന് ഒരു പ്രാവശ്യം പിണങ്ങി ഒരാൾ. അന്ന് മുതൽ ഞാൻ തീരുമാനിച്ചു ഇനി ആരും പേര് പറയൂല, ഇനി പേര് പറയാതെ ഇട്ടുള്ളൂ. ഏതായാലും റംസാൻ നമ്മൾ ഇന്നലെ മിഞ്ഞാന്ന് എന്ന് പറഞ്ഞ മാതിരിയാണ് തുടങ്ങിയത്. ഇതാ ഇന്നേക്ക് 10 ദിവസമാകാൻ പോവുകയാണ്. ഇന്നൊക്കെ 10 ദിവസം ആകാൻ പോകുകയല്ല, ആയി എന്ന് പറയാം. കാരണം നാളെ നേരം വെളുത്ത 10 ഇന്നിപ്പോൾ നിസ്കാരമൊക്കെ കഴിഞ്ഞ് തറാവിയൊക്കെ കഴിഞ്ഞ് നെയ്യത്ത് വെച്ചിട്ടാണ് ഇപ്പോൾ ഈ കുത്തിരിക്കണം. അപ്പോൾ പിന്നെ 10 10ാമത്തെ നോമ്പിനുള്ള നെയ്യത്ത് നമ്മൾ വെച്ചല്ലോ, അപ്പോൾ 10ാമത്തെ നോമ്പെന്ന് തന്നെ പറയാം. അപ്പോൾ അതിൽ ഒരുപാട് മക്കൾ നമ്പറുള്ളവരൊക്കെ വിളിക്കുന്നുണ്ട്, അന്വേഷിക്കുന്നുണ്ട്. ആൺകുട്ടികളാണെങ്കിലും ആരുള്ള ചിങ്ങോലൊക്കെ വിളിക്കുന്നുണ്ട്, മെസ്സേജ് വിടുന്നുണ്ട്. അതേമാതിരി നമ്പറുള്ള മക്കളൊക്കെ വിളിക്കുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരും ഇല്ലാത്തവർ ഈ പറയണ മാതിരി തന്നെ കമൻറ്റ് കൂടെ പറയുന്നുണ്ട്. കാരണം ഉമ്മച്ചിയെ ഞങ്ങളെ മറന്നോ, ആരും മറന്നിട്ടില്ല, ആരും മറക്കാൻ എനിക്ക് പറ്റൂല. അപ്പോൾ അതുകൊണ്ട് എൻ്റെ മക്കൾ ആരും വിചാരിക്കേണ്ട മറക്കും, ഈ നോമ്പ് കഴിയുമ്പോൾ തന്നെ മറക്കുന്നു. കാരണം നമ്മളെ കുടുംബത്തിൽ നിന്ന് ഒരാൾ പോയി കഴിഞ്ഞാൽ നമ്മൾ എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും നമുക്ക് അത്ര ആത്മാർത്ഥമായുള്ള സ്നേഹം അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളവരാണെങ്കിൽ നമ്മൾ മറക്കൂല. അല്ലാത്തവരെയൊക്കെ ഒരു പക്ഷേ മറന്നെന്ന് വരാം. കാരണം നമ്മൾ അങ്ങോട്ട് മാത്രം സ്നേഹിച്ചാൽ പോരല്ലോ, ഇങ്ങോട്ടും സ്നേഹം വേണമല്ലോ. അപ്പോൾ ഇങ്ങോട്ട് സ്നേഹമുള്ളവരെയൊന്നും അങ്ങോട്ടും മറക്കൂല. അതെപ്പോഴും നമ്മളെ കമൻ്റ് എടുത്ത് നോക്കിയാൽ മനസ്സിലാവും, കമൻറ്റ് ബോക്സിൽ നോക്കിയാൽ മനസ്സിലാവും ഓരോ മക്കളും വിടുന്ന കമൻറ്റുകൾ. അപ്പോൾ ആരും മറന്നിട്ടില്ല. പ്രത്യേകമായിട്ട് എന്നോട് റംസാൻ കഴിഞ്ഞിട്ട് ഓപ്പറേഷൻ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞ 2 ആളുകളുണ്ട്. ആദ്യം ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഇന്നലെ രാത്രി ലീവ് ഇട്ടപ്പോൾ 2ാമത്തെ ഒരാളും കൂടി പറഞ്ഞിട്ടുണ്ട്. കാരണം ഉമ്മച്ചിയെ ദുആ ചെയ്യണം, റംസാൻ കഴിഞ്ഞിട്ട് ഒരു പക്ഷേ ഓപ്പറേഷൻ വേണ്ടി വരുമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന്. അപ്പോൾ ഏതായാലും അള്ളാഹു എല്ലാവരുടെയും ഈ ഒരു റംസാൻ്റെ നമ്മൾ ഈ നോമ്പ് എടുത്തുകൊണ്ട് ദുആ ചെയ്യുന്നതിൻ്റെ ഫലം ആ ആസ്പത്രിയിൽ ചെല്ലുമ്പോൾ ആ ഡോക്ടർ അള്ളാഹിൻ്റെ കുതിർത്ത് കൊണ്ട്, നമ്മളെ കുതിർത്തല്ല അള്ളാഹിൻ്റെ കുതിർത്ത് കൊണ്ട് പറയട്ടെ, അവർ ഓപ്പറേഷൻ വേണ്ട മരുന്ന് കൊണ്ട് മാറുന്നുള്ളത് പറയട്ടെ. കാരണം അവരൊക്കെ വല്ലാത്ത ടെൻഷനിലാണ്. റംസാൻ കഴിഞ്ഞാൽ ഇനിയിപ്പോൾ അതിന് പോകണമല്ലോ, ഓപ്പറേഷൻ വേണമല്ലോ എന്ന് പറഞ്ഞാൽ നല്ല വിഷമത്തിലാണ് അവരൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് റംസാൻ കഴിയുമ്പോൾ ഓൽക്കൊന്നും ഓപ്പറേഷൻ വേണ്ട എന്നുള്ളത് പറയട്ടെ. 2 ആൾക്കാരൊക്കെയാണ് ഇപ്പോൾ ഓപ്പറേഷൻ വേണം എന്നുള്ളത് എന്നോട് പറഞ്ഞിട്ടുള്ളത്. ഇനി മറ്റുള്ളതൊക്കെ എങ്ങനെയെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. പറഞ്ഞവർ 2 ആളാണ്. അപ്പോൾ അവരെയും പേര് ഞാൻ പറഞ്ഞില്ല, കാരണം ആർക്കാന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഞാൻ അവരെ പേരും പറയുന്നില്ല. അപ്പോൾ ബാക്കി ഇനി പറയണ മാതിരി തന്നെ എല്ലാവരും എന്നെ നിങ്ങളുടെ ദുആയിൽ ഉൾപ്പെടുത്തണം. എൻ്റെ ദുആയിൽ നിങ്ങളെല്ലാവരും എപ്പോഴും ഉണ്ട്. ഞാൻ എൻ്റെ ഒരു കുടുംബമായിട്ട് ഞാൻ എൻ്റെ ഈ യൂട്യൂബ് ചാനൽ കരുതിയിട്ടുള്ളൂ. തിരിച്ചും എന്നോട് അങ്ങനെ തന്നെയാണ് എൻ്റെ മക്കൾ. അതിൻ്റെ ഇടയിൽ വരുന്ന എല്ലാ മക്കളും എല്ലാ സഹോദരന്മാരും ഒരേമാതിരി ആവണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മളെ മണ്ടത്തരല്ലേ. അപ്പോൾ എല്ലാവരും ഒരേമാതിരി ആവില്ല. അതിൽ ചില വികൃതി കുട്ടികളുണ്ടാവും, അതും പ്രശ്നമല്ല. കാരണം നമ്മളായിട്ട് ആർക്കും ഒരു പ്രശ്നമൊന്നുമില്ല. അവർ തമ്മിൽ എന്തെങ്കിലും പറഞ്ഞ് അവർ പിണങ്ങിയിട്ടുണ്ടെങ്കിലുള്ളൂ. എന്നോട് നേരിട്ട് ഒരു മനുഷ്യനും ഇതുവരെ എന്തിന് നിങ്ങൾ അങ്ങനെ ചെയ്ത് അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്ത് എന്ന് ചോദിച്ച് പിണങ്ങേണ്ട അവസരം ഞാൻ വരുത്തിയിട്ടില്ല, ഇനിയും വരുത്തുമില്ല. അപ്പോൾ അതേമാതിരി അപ്പോൾ അവരോടും തന്നെ അവരെയും തന്നെ എൻ്റെ ദുആയിലുണ്ടാകും. കാരണം എന്നോട് അവരാരും ഒന്നും ചെയ്തിട്ടോ പറഞ്ഞിട്ടോ ഒന്നുമില്ല. അവരുടേതായ വ്യക്തിപരമായ കാര്യങ്ങൾ കൂടെ അല്ലാതെ എനിക്ക് അവരാരും ഒരു ദ്രോഹം ചെയ്തിട്ടില്ല, നന്മകളല്ലാതെ. അപ്പോൾ അതുകൊണ്ട് അവരെയും ഞാൻ എൻ്റെ ദുആയിൽ ഉൾപ്പെടുത്തും. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ദുആയിൽ ഞാൻ എല്ലാവരും ഉൾപ്പെടുത്തും. എന്നെ അതേമാതിരി നിങ്ങളെ ദുആയിൽ ഉൾപ്പെടുത്തണം. സമയം 4 മിനിറ്റ് കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് എൻ്റെ മക്കളെ ഓർമ്മയുള്ളത് കൊണ്ടാണ് ഞാനിങ്ങനെ ഒരു വീഡിയോസ് ചെയ്തിടുന്നത്. പാട്ട് പാടിയിട്ടുണ്ട് ഉമ്മച്ചി, ഞങ്ങൾക്കത് കേൾക്കാനാണെന്ന് പറഞ്ഞിരുന്നു, സാധിച്ചിട്ടില്ല. ഇൻഷാ അല്ലാഹ്
ഇനിയിപ്പോൾ 11-ാം നോമ്പ് തുടങ്ങിയിട്ട് നമുക്ക് അങ്ങനെ വിചാരിക്കണം, ഞാൻ പാട്ട് പാടിയിടണമെന്ന് വിചാരിക്കണം. ഏതായാലും ഇപ്പോൾ ഞാൻ നിർത്തണം. വീണ്ടും കാണും എന്നുള്ള പ്രതീക്ഷയോടെ എല്ലാവരെയും വീണ്ടും റമദാൻ കഴിഞ്ഞ് ഒരുമിപ്പിക്കട്ടെ അള്ളാഹു എന്ന പ്രാർത്ഥനയോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.